അടുത്തതായിട്ട് അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട് അവർകളെ ക്ഷേത്ര ആചാരം എന്ന സംവാദത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. കൈപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഈ ക്ഷേത്ര ഭാരവാഹികൾ, പിന്നെ ബഹുമാന്യനായ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട്, മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, എല്ലാ ഇതിൻ്റെ തുടക്കം പറഞ്ഞ ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ആ ഒരു എന്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങി. തീർച്ചയായിട്ടും ആ ഒരു ക്ഷേത്രം വളരെ അദ്ദേഹം ആ പറഞ്ഞ അവിടെ നിന്ന് ആരംഭിച്ചാൽ ആ ക്ഷേത്രത്തിൽ, അത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ പല കാലങ്ങളായിട്ട് കാലാന്തരത്തിൽ വരുന്ന പലതരത്തിലുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലശം എന്നുള്ള ചടങ്ങ്. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കലശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, അത്രയധികം ഇതിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അത്രയധികം ഇതിനു വേണ്ടി ഭക്തജനങ്ങളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും അതിനുവേണ്ടി ധാരാളം രാവും പകലും ഇല്ലാതെ പരിശ്രമിച്ചത് കൊണ്ടാണ് ഈ ഒരു കലശം ഈ ഒരു ക്ഷേത്രത്തിൽ, അതിപ്പോൾ ഈ ക്ഷേത്രത്തിലല്ല എല്ലാ ക്ഷേത്രത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ആ ഒരു ചൈതന്യം, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മ സ്വരൂപത്തെയാണ് ആചാര്യൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ തന്ത്രി ആ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ബിംബത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാറ്റ്, നമുക്ക് ആ കാറ്റിനെ യഥാർത്ഥത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മളൊരു പെട്ടെന്നൊരു ഫാൻ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വീശറി കൊണ്ട് വീശി കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു കാറ്റ് നമുക്ക് ലഭിക്കുന്നത്, അതേ രീതിയിലാണ് ക്ഷേത്രങ്ങൾ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ സാധിക്കും. അതായത് ഈ പറഞ്ഞ പോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ സ്വരൂപത്തിനെ ആ ബിംബത്തിലേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പ്രത്യേക ഇതിലേക്ക് ആക്കി ആ ദേവചൈതന്യം കൊണ്ട് ആ തന്ത്രി അല്ലെങ്കിൽ ആ പരമാചാര്യന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ഒരു ചൈതന്യം നേരത്തെ സൂചിപ്പിച്ച പോലെ, അതിപ്പോ ഭദ്രകാളി ആവാം, ശിവനാവാം, വിഷ്ണു ആവാം, ഏത് ദേവനായാലും അവിടെ വരും. അപ്പൊ പിന്നെ അതുപോലെയുള്ള ആ നിത്യനിദാനങ്ങളെ കൊണ്ടും എല്ലാം ആ ക്ഷേത്രം എന്നുള്ളത് ആ ഒരു ആ നാട്ടുകാർക്ക് ഗുണകരമായ രീതിയിൽ വാഴും. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ആചാര്യൻ ചൊല്ലുന്ന മന്ത്രവും വളരെ പ്രാധാന്യമുള്ളതാണ്. ലോകാനുഗ്രഹ ഹേത്യർത്ഥം സ്ഥിരീഭവ സുഖായ എന്നാണ് ചൊല്ലുന്നത്. അത് വളരെ ആ ഒരു നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അത് വൈപുല്യവും എത്രത്തോളം വൈശിഷ്ട്യവുമാണ് എന്ന് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കത് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പറയുന്നത് ലോകാനുഗ്രഹ ഹേത്യർത്ഥം എന്നാണ്. ഇത് ഈ ഒരു നാടിനോ അല്ലെങ്കിൽ ഏറ്റവും തൃശ്ശൂർക്കോ അല്ലെങ്കിൽ പാലക്കാടിനോ വേണ്ടി മാത്രമല്ല, ലോകാനുഗ്രഹത്തിനാണ്. അതായത് ഈ ലോകം മുഴുവൻ അനുഗ്രഹം ചൊരിയാനായിട്ട് ഭഗവാനെ സ്ഥിരീഭവ സുഖായ എന്നുള്ള പിന്നീണ്ടത്. അപ്പൊ അങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്രയും ആ ഒരു കൽപ്പാന്തകാലത്തോളം അങ്ങയുടെ ചൈതന്യം ഇവിടെ കുടികൊള്ളണേ എന്നാണ് ആചാര്യൻ ആ പ്രതിഷ്ഠാ സമയത്ത് ചൊല്ലുന്ന ആ ഒരു മന്ത്രത്തിന്റെ ഒരു ഭാഗം. തുടക്കമാണ് അത്, പിന്നെ അത് പോവുകയാണ്. അപ്പൊ അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ചൈതന്യമാണ്. പിന്നെ കാലങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ പല പ്രകൃതിയിലുണ്ടാകുന്ന പലതരം മാറ്റങ്ങളനുസരിച്ചും ഒക്കെ ആ ഒരു ചൈതന്യത്തിന് പലതരത്തിലുള്ള ലോപം അല്ലെങ്കിൽ കുറവുണ്ടാവും. അപ്പൊ അത് കൂട്ടാനും അത് വീണ്ടും ആ പഴയപടിയാക്കാനും നല്ല രീതിയിലാക്കാനും ആയിട്ടാണ് ഈ നവീകരണ കലശം പോലെയുള്ള വളരെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നത്.